പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിൽ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കും. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ചോദ്യം ചെയ്യലിനിടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സ്വാഭാവിക നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ജാമ്യത്തിൽ വിടും. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇടവേള ബാബുവിനെ പുറത്തേക്ക് ഇറക്കിയോ ശ്രീകാന്ത്? റജിത്ത്, നിലവിൽ ഇപ്പോഴും SITയുടെ ക്യാമ്പ് ഓഫീസിൽ ഇടവേള ബാബു ഉണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ഇതുവരെയും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഈ കാണുന്ന ക്യാമ്പ് ഓഫീസിലെ റൂമിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ കേസിലെ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ക്രോസ് ചെക്കിംഗ് ആണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെ ഈ ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. 376 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നതിനാൽ പൊട്ടൻസി ടെസ്റ്റ് അടക്കം നടത്തേണ്ടതുണ്ട്. അല്പസമയത്തിനകം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും ഈ ലൈംഗിക ശേഷി പരിശോധന നടക്കാൻ പോകുന്നത്. അതൊരു നടപടിക്രമമാണ്. നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസ് ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമായിരുന്നു. അതിപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹത്തിന് ജാമ്യം ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്, പോലീസ് തന്നെയാണ് നേരെ കൊണ്ടുപോയി ലൈംഗിക ശേഷി പരിശോധന അടക്കം നടത്തുന്നത്. അതൊരു നടപടിക്രമം പൂർത്തിയാക്കലാണ്. ശേഷം വിട്ടയക്കുകയും ചെയ്യും. രാവിലെ 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഇടവേള ബാബു ഇവിടെ എത്തിയിരുന്നു. ഇടവേള ബാബുവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉന്നയിക്കുകയുണ്ടായത്. ഇക്കാര്യത്തിൽ സംശയ നിവാരണം വരുത്തുക, സംശയ നിവൃത്തി വരുത്തുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒക്ടോബർ 3 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുമ്പോൾ ഇതുവരെ കിട്ടിയ പരാതികളിലൊക്കെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സ്വാഭാവികമായും പറയേണ്ടി വരും. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിടുക്കപ്പെട്ടുള്ള ഈ നീക്കങ്ങൾ. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം.